കോട്ടപ്പാറ. ഏറ്റവും മുകളിലേക്ക് ഫസ്റ്റ് പോയത് കോട്ടപ്പാറ വ്യൂ പോയിന്റ്. വണ്ണപ്പുറം. രണ്ടാമത് വരിക്കമുത്തൻ ഇടുക്കി ഡാം. ഇത് കാൽവരി മൗണ്ട്. ഇത് നമ്മള് ഊണ് കഴിക്കാനായിട്ട് അഞ്ചുരുളി പോയി ഊണ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രാമക്കൽമേട് ചെന്ന് ആമപ്പാറ ജീപ്പിലാ പോണം. അവിടുന്ന് ഇറങ്ങി വന്നിട്ട് നേരെ രാമക്കൽമേട് സ്റ്റാച്ചു. ഓക്കെ, അതുകൂടി തീർന്നു. മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ പ്രായം വഴിമാറി പോകുന്നതും നമ്മൾ കഥകളിലും പുരാണങ്ങളിലും കേട്ടു വളർന്ന സ്വർഗം നമ്മുടെ ഭൂമി തന്നെയാണെന്ന് തെളിയിക്കുന്ന അപൂർവ നിമിഷങ്ങളും പശ്ചിമഘട്ട മലനിരകൾ അവയുടെ ഭംഗി ഒരു ചിത്രകാരന്റെ ക്യാൻവാസിലെ എന്ന പോലെ നമുക്ക് സമ്മാനിക്കുന്ന മനോഹരമായ കാഴ്ചകളും കാറ്റ് അതിന്റെ മൂർധന്യാവസ്ഥയിൽ നമ്മെ തഴുകുന്ന നിമിഷങ്ങളും ഒക്കെ കൊണ്ട് സമൃദ്ധമായ ഒരു ട്രിപ്പ് തന്നെയായിരുന്നു രാമക്കൽമേട് ട്രിപ്പ്. ഹായ്, ദിസ് ഇസ് മീ അനൂപ് ജിയെ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം KSRTCയിൽ NNRA കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് നമ്മുടെ ഇന്നത്തെ ഉല്ലാസയാത്ര. രാവിലെ 5 മണിക്ക് കടുങ്ങല്ലൂരിൽ നിന്നും ആരംഭിച്ച് രാമക്കൽമേട് വരെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? എന്നാൽ നമുക്ക് പോയാലോ? നമുക്ക് ആദിയുടെയും വൈകിയുടെയും ഒരു ഭക്തിഗാനത്തോടെ ഈ യാത്ര തുടങ്ങിയാലോ? ഇന്നത്തെ യാത്ര NNRA കുടുംബാംഗങ്ങൾക്കൊപ്പമാണെന്ന് പറഞ്ഞല്ലോ. അച്ഛൻ്റെയും അമ്മയുടെയും സുഹൃത്തുക്കളായിരുന്നു ഭൂരിഭാഗവും. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരാളുണ്ട്, നമ്മുടെ വാവക്കുട്ടൻ. യാത്ര തുടങ്ങിയത് മുതൽ വാവക്കുട്ടനും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം കളിച്ചും ചിരിച്ചും ടാറ്റ കൊടുത്തും വാവക്കുട്ടൻ നല്ല രീതിയിൽ തന്നെ ഓണായി നിൽക്കുന്നുണ്ടായിരുന്നു. വാവക്കുട്ടന് രാവിലത്തെ ഉറക്കക്ഷീണോ അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ട്രിപ്പ് തുടങ്ങിയ സമയം മുതൽ ആൾക്ക് നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയൊക്കെ ഒരുമിച്ച് കണ്ട ഒരു സന്തോഷവും. അതിൽ കുറേ പേരെയൊക്കെ ആദ്യമായിട്ട് കാണുന്നതായിരുന്നു വാവക്കുട്ടൻ. എന്നാലും വാവക്കുട്ടൻ ആ പരിചയക്കുറവൊന്നും ആരോടും കാണിച്ചില്ല. പിന്നെ ഞങ്ങളുടെ പ്രായത്തിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും ഈ ട്രിപ്പിൽ എല്ലാവരും പ്രായഭേദമന്യേ നന്നായിട്ട് സന്തോഷിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ നല്ല രീതിയിൽ ഈ ട്രിപ്പ് എൻജോയ് ചെയ്തു. ആ കളിചിരികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിൻ്റായ വണ്ണപ്പുറം എന്ന സ്ഥലത്തെ കോട്ടപ്പാറ എന്ന വ്യൂ പോയിന്റിലെത്തി. വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയായിരുന്നു കോട്ടപ്പാറ വ്യൂ പോയിന്റ്. മാസ്മരികമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായ ഒരിടം കൂടിയായിരുന്നു ഇത്. ഒട്ടും സമയം കളയാതെ തന്നെ നമ്മളവിടെ ബസ്സൊക്കെ പാർക്ക് ചെയ്ത് പതുക്കെ മുകളിലേക്ക് നടന്നു. ബസ്സിൽ നിന്നിറങ്ങി എല്ലാവരും അവിടെ കൂട്ടം കൂടി നിൽക്കുന്നതൊക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും മുകളിലേക്ക് കയറാൻ മടിയായിരിക്കുമെന്ന്. കാരണം എല്ലാവരും പതിയെ സ്ലോ ആയിട്ടൊക്കെയാണ് അവിടെ പോയി കുറച്ച് നേരം മടിച്ചൊക്കെ നിൽക്കണ കണ്ടത്. പക്ഷേ ഇവർ അവിടെയൊക്കെ ഒന്ന് നോക്കി കണ്ട് മുകളിലേക്ക് ചാടി ഓടി കയറാനുള്ള തീരുമാനം എടുത്ത് അവിടെ നിൽക്കുകയാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അവർ ചാടി ഓടിയൊക്കെ ആ മലയുടെ മുകളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ മലയുടെ മുകളിലേക്കൊക്കെ ഒന്ന് എത്തിപ്പെട്ടത്. ഇതാ പറയണത്, പ്രായമൊന്നും ഒന്നിനും ഒരു തടസ്സമല്ലാന്ന്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് കാണുമ്പോൾ കയറി പോകുള്ളൂ, പിന്നെ ശരിയാവും. മുരളിച്ചേട്ടൻ പറഞ്ഞത് 100% ശരിയാണെന്ന് ഞങ്ങൾക്കും പിന്നീട് മനസ്സിലായി. കാരണം ഈ പ്രകൃതി ഇതുപോലെയുള്ള ഭംഗികളൊക്കെ ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് ഇതേപോലെയുള്ള മനുഷ്യർക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഓടിച്ചാടിയൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുവഴി അവരുടെ ആരോഗ്യം കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല. മനസ്സിൻ്റെ സന്തോഷം നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാവരും തയ്യാറാവണം. എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ഈ ട്രാവലിങ്ങും എക്സ്പ്ലോറിങ്ങും ഒക്കെ പ്രായമായവരെ കൊണ്ടൊന്നും പറ്റില്ല എന്ന്. എന്നാൽ നമ്മളെക്കാട്ടിയും നന്നായിട്ട് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ആസ്വദിക്കാനും എല്ലാത്തിനും നമ്മളെക്കാൾ കൂടുതൽ കഴിവ് അവർക്ക് തന്നെയാണ്. ഈ കാടും മലയൊക്കെ നമ്മളെക്കാൾ നല്ല രീതിയിൽ അവർ കയറി ഇറങ്ങും. അത് അവർ നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യും. ഇത് ഞങ്ങൾ നേരിട്ട് കണ്ട കാഴ്ചയാണ്. കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ കരുതിയതേ നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം പോകുമ്പോൾ മാത്രമാണ് ഓരോ ട്രിപ്പും നല്ല രീതിയിൽ ആസ്വദിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റുകയെന്നാണ്. എന്നാൽ നമ്മുടെ അച്ഛനമ്മമാരോടൊപ്പം അവരുടെ ഫ്രണ്ട്സിനൊപ്പമൊക്കെ പോകുമ്പോഴും ആ ട്രിപ്പ് നല്ല രീതിയിൽ ആസ്വദിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും അവരത് ആസ്വദിക്കുന്ന കണ്ട് സന്തോഷിക്കാനും ഒക്കെ പറ്റുമെന്നുള്ളത് മനസ്സിലായത് ഈ ട്രിപ്പോട് കൂടിയാണ്. എന്തായാലും ഈ ട്രിപ്പ് മിസ് ചെയ്തിരുന്നെച്ചെങ്കിലേ അത് വലിയൊരു നഷ്ടമായി പോയേനെ. ഇതിനിടയിൽ കോട്ടപ്പാറയുടെ ഭംഗിയെപ്പറ്റി പറയാൻ വിട്ടുപോയി. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ ചെറിയ രീതിയിൽ കോടയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ കോടയൊക്കെ കണ്ട് ആ വ്യൂ പോയിൻ്റൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് അവിടെ എല്ലാവരും കൂടി നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത്
സെൽഫിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ സാരഥി അലിയാരിക്കയും നമ്മുടെ ഈ ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ താജുദ്ദീൻ സാറും ഒക്കെ കൂടി നമുക്ക് വേണ്ട ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു തരാൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വണ്ണപ്പുറത്തുള്ള സിറ്റി ഹോട്ടലിലേക്കായിരുന്നു. അവിടെയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പവും മുട്ടക്കറിയും വെജിറ്റബിൾ കറിയും ചായയൊക്കെ നമുക്ക് വേണ്ടി അവർ തയ്യാറാക്കിയിരുന്നത്. എല്ലാം നല്ല ടേസ്റ്റുള്ള ഭക്ഷണം തന്നെയായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ അത് ആസ്വദിച്ച് കഴിക്കുക തന്നെ ചെയ്തു. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കെ നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി. വരിക്കമുത്ത് എന്ന ലൊക്കേഷനായിരുന്നു അത്. സഹ്യപർവ്വത മലനിരകളാൽ ചുറ്റപ്പെട്ടതും പ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകൾ ഒളിപ്പിച്ചു വെച്ചതുമായിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു ലൊക്കേഷൻ തന്നെയായിരുന്നു വരിക്കമുത്ത്. ഓൾറെഡി നമ്മളൊരു മലകയറ്റം കഴിഞ്ഞ് വന്നതിനാലേ എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എല്ലാവരും നല്ല ആസ്വദിച്ചുകൊണ്ട് തന്നെ ഈ മലയും കയറി. ഇവരുടെ ആ ഉത്സാഹത്തിന് മുന്നിലേ ആ മല വരെ തലകുനിച്ചു പോയിട്ടുണ്ടാവും. ഓരോരുത്തരും തങ്ങളുടെ പ്രായത്തെ പോലും പരിഗണിക്കാതെ കുട്ടികളോളം ചെറുതാകുന്ന അത്യപൂർവമായ നിമിഷങ്ങൾക്ക് സാക്ഷിയാകാനും ഈ ട്രിപ്പ് കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇവരിതെങ്ങോട്ടായി പോണേന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷെ ആ വരിക്കമുത്തിൻ്റെ മുകളിൽ ചെന്നപ്പോൾ കാണുന്ന ആ കാഴ്ച അത്രമേൽ മനോഹരമായിരുന്നു. നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുളിർമയേകാൻ ഒരു പിടി നല്ല കാഴ്ചകൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു വരിക്കമുത്ത്. കുറേ പേർ അവിടെ ചെന്ന് സെൽഫി എടുക്കുന്നതിൻ്റെ തിരക്കിലും കുറേ പേർ ആ അത്ഭുത കാഴ്ചകൾ ആസ്വദിക്കുന്ന തിരക്കിലുമൊക്കെ ആയിരുന്നു. വാസ്തവത്തിൽ വരിക്കമുത്ത് നമുക്കായി അവിടെ ഒരു കാഴ്ചയുടെ മാസ്മരിക ലോകം തന്നെ തീർത്തിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും അവിടെ പോയി അതൊക്കെ ഒന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. ആദ്യം വൈകിയും തിരക്കിട്ട് പാറയുടെ മുകളിൽ എന്തൊക്കെയോ എഴുതി കൂട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാഴ്ചകളൊന്നും ഇവിടം കൊണ്ട് തീരുന്നില്ല. രാമക്കൽമേടിൻ്റെ കാഴ്ചകൾ ഇതിന് പുറകെ തന്നെയുണ്ട്.